ഹായ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അറിയാത്ത ആരും അങ്ങനെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു റൈറ്ററാണ് അദ്ദേഹം, അല്ലേ? അത്രയ്ക്ക് ഒരുപാട് രചനകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുതാൻ യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ്, ആ ഒരു സ്റ്റൈലാണ്. അദ്ദേഹം എപ്പോഴും ഒരു വേറിട്ട രീതിയിലാണ്, തനതായ ഒരു ഭാഷയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഥകളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ, എന്തായാലും അദ്ദേഹം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1908 ആൻഡ് ഡൈഡ് ഇൻ 1994. Who is fondly remembered as Baipur Sultan, is a humanist, freedom fighter, novelist and short story writer hailing from Kerala. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. ആൻഡ് വലിയൊരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. അതുപോലെ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ദെൻ നോവലിസ്റ്റ് ആണ്, ആൻഡ് ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ്, അല്ലേ? He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഇവിടെ പിന്നെയും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്, അല്ലേ? ഏതൊരു താഴെ കിടക്കുന്ന ജനങ്ങൾക്കിടയിലും, ഒരു സാധാരണക്കാരൻ്റെ ഇടയിലും അദ്ദേഹത്തിന് ചെന്നെത്താൻ കഴിയും. അതുപോലെ തന്നെ വലിയ വലിയ സാഹിത്യ വിമർശകരൊക്കെ ഉണ്ടാവില്ലേ, നല്ല ഉന്നതിയിൽ നിൽക്കുന്ന, അവരുടെ ആ ഒരു പൊസിഷനിലും അദ്ദേഹത്തിന് എത്താൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്കില്ലെന്ന് പറയുന്നത് അങ്ങനെയാണ്. സാധാരണക്കാരനും മനസ്സിലാവും, എന്നാൽ അദ്ദേഹം അവിടെ കൊണ്ടുവരുന്ന തീം, അതിൽ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ വലിയ വിഷയങ്ങളാണ്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു, ജന്മദിനം ആൻഡ് അനർഘ നിമിഷം. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. അപ്പം ഇതുകൂടാതെ ഒരുപാട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് അദ്ദേഹത്തിന് 1982 പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ. Bashir, the Sultan of Stories, is a true lover of nature. He highlights the blend of all creatures and nature in his stories. The stories evoke humor and sarcasm on the follies of man. Here is such a story. Read and enjoy. അപ്പം നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ബഷീർ സാർ എഴുതുന്ന നോവലുകളിൽ അല്ലെങ്കിൽ എഴുത്തുകളിൽ മിക്കതിലും നമുക്ക് കാണാൻ പറ്റുന്നത് പ്രകൃതിയെക്കുറിച്ച് എഴുതുന്നതാണ്. അദ്ദേഹത്തിന് അത്രമാത്രം പ്രണയമാണ് പ്രകൃതിയോട്. അദ്ദേഹം അതുപോലെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്ലെൻഡ് ഓഫ് ഓൾ ക്രിയേച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. എല്ലാ ജീവജാലങ്ങളെയും അതുപോലെ പ്രകൃതിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം എഴുതാറ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതുന്ന ഓരോ നോവലുകളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പ്രകൃതിയോടും അതുപോലെ മറ്റുള്ള ക്രിയേച്ചേഴ്സിനോടൊക്കെ അദ്ദേഹത്തിനുള്ള ആ ഒരു സ്നേഹം. The stories evoke humor and sarcasm on the follies of man. അതുപോലെ എല്ലാ സ്റ്റോറിയിലും, ഒട്ടുമിക്ക സ്റ്റോറിയിലും, ഈ സ്റ്റോറിയിലായിക്കോട്ടെ, നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഈ മനുഷ്യന്മാരുടെ വീഴ്ചകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ തെറ്റ്, അവരുടെ കുറവുകൾ, അതിനെ ഒക്കെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തമാശ രൂപേണ എടുത്തുകൊണ്ടൊക്കെയാണ് അദ്ദേഹം അധിക സ്റ്റോറിയിലും അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഹിയർ ഇസ് സച്ച് എ സ്റ്റോറി. ഇപ്പം ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നതും അതുപോലെയുള്ളൊരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ടേക്ക് പോവാം. The Snake and the Mirror. Has a snake ever coiled itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് എന്താണ്? ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് ഇറ്റ്സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പാമ്പ് വന്നിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നിട്ടുണ്ടോ? എ ഫുൾ ബ്ലഡഡ് കോബ്ര, ഒരു ജീവനുള്ള ഒരു കോബ്ര അങ്ങനെ കിടന്നിട്ടുണ്ടോ? ഓൾ ഓഫ് us fell silent. ഇത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും എന്തായി? നിശബ്ദരായി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപ്പത്ത്. അപ്പോൾ ഒരു ഹോമിയോപ്പത്ത്, ഒരു ഡോക്ടറാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്.
The topic came up when we were discussing snakes. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇവിടെ വരാൻ കാരണം ഞങ്ങളെല്ലാവരും കൂടെ പാമ്പുകളെ കുറിച്ച് സ്നേക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുന്നത്. We listened attentively as the doctor continued with the tale. ഞങ്ങൾ ഇത് ചെയ്ത് വളരെ ശ്രദ്ധയോടെ ആ ഒരു കഥ ഇങ്ങനെ കേൾക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ ആ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. It was a hot summer night about 10 o'clock. അതൊരു വളരെ ചൂടുള്ള ഒരു സമ്മർ നൈറ്റ് ആയിരുന്നു, വേനൽക്കാലം ആയിരുന്നു, ഒരു രാത്രി സമയമാണ്, ഒരു 10 മണിയൊക്കെ ആയി കാണും. I had my meal at the restaurant and returned to my room. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഭക്ഷണമൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് പോന്നു. ഇത് ഡോക്ടർ പറയുകയാണ് കേട്ടോ. I heard a noise from above as I opened the door. അപ്പം ഞാൻ ഡോറ് തുറന്ന സമയത്ത് മുകളിൽ നിന്ന് എന്തൊക്കെയോ ഒരു ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. The sound was a familiar one. One could say that rats and I shared the room. അപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ളൊരു ശബ്ദമായിരുന്നു അത്. അപ്പോൾ ആ റൂമിൽ എൻ്റെ കൂടെ ഞാനല്ലാതെ ഒരുപാട് എലികളും എന്ത് ചെയ്യുന്നുണ്ട്, റൂം ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും എലികൾ എവിടെയുണ്ട്, ആ മുകളിൽ ഉണ്ട്. I took out my box of matches and lighted the kerosene lamp on the table. ഞാൻ എന്ത് ചെയ്തു, തീപ്പെട്ടി എടുത്തു, എന്നിട്ട് തീപ്പെട്ടി കത്തിച്ച് ചിമ്മിനി വിളക്കുണ്ടായിരുന്നു, അത് കത്തിച്ചിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. അപ്പം വീട്ടിൽ കറണ്ടോ ഇലക്ട്രിസിറ്റിയോ അതൊന്നും ഇല്ല കേട്ടോ. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. അപ്പം ഒരു ചെറിയ വാടക കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു റൂമാണ്. I had just set up medical practice and my earnings were meager. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെയുള്ളൂ. പിന്നെ എൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത്, ഞാൻ സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസയാണ്, അല്ലെങ്കിൽ സമ്പാദ്യമാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. I had about 60 rupees in my suitcase. അപ്പം ഏകദേശം എൻ്റെ സ്യൂട്ട് കേസിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനി ഒരു 60 രൂപ ഉണ്ടാവും. Along with some shirts and dhotis, I also possessed one solitary black coat which I was then wearing. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, കുറച്ച് ഷർട്ട്സ് ഉണ്ട്, അതുപോലെ കുറച്ച് ധോത്തീസ് ഉണ്ട്, മുണ്ടുണ്ട്. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോൾട്ടറി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. പിന്നെ ഞാൻ ധരിച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് കോട്ടുമാണ് എൻ്റെ കൈവശം ഉള്ളത്. I took off my black coat, white shirt and also white vest and hung them up. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്ലാക്ക് കോട്ടും അതുപോലെ വൈറ്റ് ഷർട്ടും പിന്നെ അത്ര വൈറ്റ് അല്ലാത്ത എൻ്റെ മേലങ്കി അടിവസ്ത്രം എന്ത് ചെയ്തു, അഴിച്ചിട്ട് അവിടെ തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ 2 windows in the room. റൂമിലുണ്ടായിരുന്ന 2 ജനവാതിൽ കൂടെ തുറന്നിട്ടു. ഇറ്റ് വാസ് an outer room with one wall facing the open yard. അപ്പം അത് പുറത്തേക്ക് നിൽക്കുന്ന ഒരു റൂമായിരുന്നു. അതിൻ്റെ ഒരു ചുവരെന്ന് പറയുന്നത് തുറക്കുന്നത് എങ്ങടേക്കാണ്, മുറ്റത്തേക്കാണ്. It had a tiled roof with long supporting gables that rested on the beam over the wall. അപ്പോൾ ചുവരിൻ്റെ മുകളിലായിട്ട് ഈ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റൂഫാണുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ത്രികോണാകൃതിയിലാണ് ഈ റൂഫിൻ്റെ മുകളിലേക്ക് നമ്മുടെ മേൽക്കൂരയുടെ ഒരു ഇത് വരുന്നത്, ഷേപ്പ് വരുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓട് ഇട്ടിട്ടുണ്ട്. There was no ceiling. അവിടെ ഈ മച്ചോ അല്ലെങ്കിൽ നമ്മൾ മച്ചിൻ പുറന്നൊക്കെ പറയില്ലേ, അതൊന്നും ഇല്ലായിരുന്നു. There was a regular office traffic of rats to and from the beam. അപ്പം അവിടെ ഓൾവേസ് എന്താണ്, എപ്പോഴും എന്തുണ്ടാവും, എലികൾ ഉണ്ടാവും. ആ തടീൻ്റെ മുകളിലൊക്കെ കൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. I made my bed and pulled it close to the wall. ഞാനപ്പോൾ എൻ്റെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ചുവരോട് ചേർത്തിട്ടു. I lay down but I couldn't sleep. ഞാൻ കിടന്നു, പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. I got up and went out to the veranda for a little air. ഞാൻ എന്ത് ചെയ്തു, എഴുന്നേറ്റ് പുറത്തേക്കൊന്ന് പോയി കുറച്ച് കാറ്റൊക്കെ കൊള്ളാം വിചാരിച്ചിട്ട്. But the wind god seemed to have taken time off. പക്ഷേ അവിടെ അന്നേരം കാറ്റിൻ്റെ ദേവത ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റൊന്നും ഇല്ലായിരുന്നു. I went back into the room and sat down on the chair. അപ്പം ഞാൻ എന്ത് ചെയ്തു, റൂമിലേക്ക് തിരികെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഇരുന്നു. I opened the box beneath the table and took out a book. അപ്പം ടേബിളിൻ്റെ അടിയിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അത് തുറന്നിട്ട് ഞാൻ എൻ്റെ ബുക്ക് എടുത്തു. The Materia Medica. I opened it at the table on which stood the lamp and a larger mirror. A small comb lay beside the mirror. Okay, ആ ബുക്കിൻ്റെ നെയിമാണ് ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ബുക്കാണ്. I opened it and the table on which stood the lamp and a large mirror. അത് തുറന്നിട്ട് ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചു. ടേബിളിൻ്റെ മുകളിലൊരു വലിയ കണ്ണാടി ഉണ്ട്, കൂടാതെ ഒരു വിളക്കും ഉണ്ട്. A small comb lay beside the mirror. അപ്പം മിററിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചീർപ്പും ഉണ്ട് കേട്ടോ. One feels tempted to look into a mirror when it's near.
നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവലുണ്ടോ? നമ്മൾ കണ്ണാടിയുടെ അടുത്താവുന്ന സമയത്ത് നമുക്ക് കണ്ണാടി നോക്കാനുള്ള ഒരു ഫീൽ ആർക്കായാലും ഏത് മനുഷ്യനും ഉണ്ടാകും. ഐ ടുക്ക് എ ലുക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ, എനിക്ക് സൗന്ദര്യത്തിനോട് ഭയങ്കര ആരാധനയാണ്. എനിക്ക് നല്ല ഭംഗിയാവണം, ഹാൻസം ആയിരിക്കണം എന്നുള്ള ഒരു ചിന്തകളൊക്കെ എനിക്ക് വരാറുണ്ടായിരുന്നു. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാനൊരു അവിവാഹിതനാണ്, എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഞാനൊരു ഡോക്ടറാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അപ്പോൾ എൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയിക്കാൻ തോന്നി. വെച്ചാൽ മിററിൻ്റെ അടുത്തിരിക്കുകയാണല്ലോ. ഐ പിക്ഡ് അപ്പ് ദ കോം ആൻഡ് റാൻ ഇറ്റ് through my hair and adjusted the parting so that it looked straight and neat. ഞാൻ ചീർപ്പെടുത്തു, എൻ്റെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ചീകി നല്ല ഭംഗിയൊക്കെ ആക്കി നീറ്റാക്കിയിട്ട് വെച്ചു. Again I heard that sound from above. അപ്പോൾ നേരത്തെ കേട്ട അതേ ശബ്ദം തന്നെ ഞാൻ വീണ്ടും മുകളിൽ നിന്ന് എന്ത് ചെയ്തു, കേട്ടു. I took a close look at my face in the mirror. അപ്പം ഞാൻ കണ്ണാടിയിലേക്ക് ഒന്ന് വളരെ അടുത്ത് സൂം ചെയ്തുകൊണ്ട് എൻ്റെ മുഖം ഒന്ന് നോക്കി. I made an important decision. അപ്പം ഞാൻ വളരെ ഒരു ഉറച്ച തീരുമാനം അത് നോക്കിക്കൊണ്ട് എടുത്തു. I would shave daily and grow a thin mustache to look more handsome. ഞാൻ ദിവസവും എന്ത് ചെയ്യും, ഷേവ് ചെയ്യും. കൂടാതെ ഒരു നേരിയ മീശയും ഞാൻ വെക്കും, കുറച്ചുകൂടെ ഹാൻസം ആവാൻ, ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യും എന്നൊരു ഡിസിഷൻ ഡോക്ടർ എടുത്തു. I was after all a bachelor and a doctor. കാരണം ഞാനൊരു ബാച്ചിലറാണ്, കൂടാതെ ഞാനൊരു ഡോക്ടറും ആണ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നിട്ടൊന്ന് ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. അത് വളരെ ആകർഷണമുള്ളൊരു പുഞ്ചിരിയായിരുന്നു. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ വീണ്ടും ഞാനൊരു നടുങ്ങുന്ന അല്ലെങ്കിൽ അത്രയും ഉറപ്പുള്ള ഒരു ഡിസിഷൻ, ഒരു തീരുമാനം ഞാൻ വീണ്ടും എടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു പുഞ്ചിരി, ഈ ഒരു ചിരി ഞാൻ എന്നും എൻ്റെ മുഖത്ത് സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഈ ചിരി നിലനിർത്തും എന്നുള്ളൊരു തീരുമാനം അയാൾ എടുത്തു. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനു വേണ്ടിയിട്ടാ? കുറച്ചുകൂടെ ഭംഗി ആവാൻ വേണ്ടിയിട്ട്, സൗന്ദര്യമുള്ള ഒരാളാവാൻ വേണ്ടിയിട്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ദി ടോപ്പ് ഓഫ് ഇറ്റ്. കാരണം എന്താ, ഞാനൊരു ബാച്ചിലറാണ്, കൂടാതെ ഒരു ഡോക്ടർ കൂടെയാണ്. Again came the noise from above. അപ്പം നേരത്തെ കേട്ട അതേ ശബ്ദം വീണ്ടും മുകളിൽ നിന്ന് കേൾക്കാനായിട്ട് തുടങ്ങി. I got up. ഞാൻ എഴുന്നേറ്റു. Lit a beedi and paced up and down the room. ഞാനൊരു ബീഡി എടുത്തു വന്നിട്ട് റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ നടക്കാൻ തുടങ്ങി. Then another lovely thought struck me. അപ്പോൾ പെട്ടെന്ന് വേറൊരു നല്ല ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. I would marry. എന്താണ്, എനിക്കിനി ഒരു വിവാഹം കഴിക്കണം. I would get married to a woman doctor who had plenty of money and a good medical practice. എന്താ, എങ്ങനെയുള്ളൊരു വുമണിനെ എനിക്ക് കല്യാണം കഴിക്കേണ്ടത്? ആ വുമണും ഒരു ഡോക്ടർ ആയിരിക്കണം, കൂടാതെ അവർക്ക് ഒരുപാട് പണവും സമ്പാദ്യമൊക്കെ ഉള്ളൊരു ഡോക്ടർ ആയിരിക്കണം, പിന്നെ നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ ഉള്ളൊരു ഡോക്ടർ ആയിരിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. കൂടാതെ അവർക്ക് കുറച്ച് തടി ഉണ്ടാവണം. ഫോർ എ വാലിഡ് റീസൺ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇഫ് ഐ made some silly mistake and needed to run away, she should not be able to run after me and catch me. എന്തിനാണ് അങ്ങനെ ഒരു തടിയുള്ള സ്ത്രീ വേണമെന്ന് പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടും. അപ്പോൾ ഈ തടിയുള്ളൊരു സ്ത്രീക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഓടി ഫോളോ ചെയ്യാനൊന്നും കഴിയില്ല, അങ്ങനെ എന്നെ പിടിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ്. With such thoughts in my mind, I resumed my seat in the chair in front of the table. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു ചിന്തയൊക്കെ, ഇങ്ങനത്തെ പല ചിന്തകളും എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചിന്തകളോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ടേബിളിൻ്റെ മുന്നിലിരുന്ന ആ ചെയറിൻ്റെ മുകളിൽ പോയിട്ട് ഇരുന്നു. There were no more sounds from above. ഇപ്പം മുകളിൽ നിന്ന് അങ്ങനെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about it. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ വന്ന് വളരെ ശക്തമായിട്ട് ഇടിക്കുന്ന ഒരു ശബ്ദം പോലെ തോന്നി. ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫോളൻ ഓൺ ദ ഗ്രൗണ്ട്. ഒരു എന്താ പറയുക, റബ്ബറിൻ്റെ ഒരു ട്യൂബൊക്കെ ഗ്രൗണ്ടിന് മുകളിൽ വീണാൽ എങ്ങനെ ഉണ്ടാവും ശബ്ദം, അതുപോലെയുള്ളൊരു ശബ്ദം പെട്ടെന്ന് ഉണ്ടായി. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. അപ്പം പേടിക്കാനൊന്നുമില്ല. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും, പേടിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്തു, ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എൻ്റെ തല തിരിഞ്ഞൊന്ന് നോക്കി. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? ഒരു
പാമ്പ് ഇങ്ങനെ പെടയാണ് അല്ലെ, ഇവൻ ഈ ഡോക്ടർ ഇരിക്കുന്ന ചെയറിന്റെ മുകളിലാണ് ഇത് വന്നിട്ട് വീണത്. അത് പിന്നെ നിൽക്കുന്നത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ ഷോൾഡറിലാണ്, തോളിന്റെ കൈയിന്റെ ആ തോൾ ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിംഗ് വേർ സൈമിൾട്ടേനിയസ്. അപ്പം ആ പാമ്പ് വീഴുന്നതും അതുപോലെ ഞാൻ തിരിഞ്ഞു നോക്കിയതും എന്തായിരുന്നു? സെയിം ടൈമിലായിരുന്നു, ഒരേ സമയത്തായിരുന്നു. ഐ ഡിഡ്ന്റ് ജംപ്, ഞാൻ എഴുന്നേറ്റ് ചാടാൻ നിന്നില്ല. ഐ ഡിഡ്ന്റ് ട്രബിൾ, ഞാൻ പേടിക്കാനും നിന്നില്ല. ഐ ഡിഡ്ന്റ് ക്രൈ ഔട്ട്, ഞാൻ കരഞ്ഞ് നിലവിളിക്കാനും നിന്നില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്, കാരണം എന്താ, എനിക്ക് അതൊന്നും ചെയ്യാനുള്ള ഒരു സമയം ഇല്ലായിരുന്നു. ദ സ്നേക്സ് slithered along my shoulder and coiled around my left arm above the elbow. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഷോൾഡറിൽ നിന്ന് മെല്ലെ ഈ പാമ്പ് ഇഴയാൻ തുടങ്ങി. ഇഴഞ്ഞിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റ് ആം, ഇടത് കൈയിൽ നമ്മളെ കൈമുട്ടിന്റെ ഏകദേശം കുറച്ച് മുകളിലായിട്ട് എന്ത് ചെയ്തു? ഈ പാമ്പ് ഇങ്ങനെ ചുരുണ്ടു, ചുറ്റി, കൈ ചുറ്റി നിന്നു. The hood was spread out and its head was hardly 3 or 4 inches from my face. അപ്പോൾ ഇപ്പം കാണുന്ന അവസ്ഥ എന്താണ്? ഈ പാമ്പ് ഇങ്ങനെ പത്തിയൊക്കെ ഇങ്ങനെ വിരിച്ച് നിൽക്കുകയാണ്. ആൻഡ് അതെങ്ങനെയുണ്ട്? ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches away from my face. അപ്പം എൻ്റെ മുഖത്ത് നിന്ന് ഏകദേശം ഒരു 3-4 ഇഞ്ച് അകലെയാണ് ഈ ഒരു പാമ്പ് നിൽക്കുന്നത്. It would not be correct to say merely that I say there holding my breath. അപ്പം എനിക്കത് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ എൻ്റെ ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്, ബ്രീത്ത്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒന്നനങ്ങിയാൽ പ്രശ്നമാകും. ഐ വാസ് ടേൺ ടു സ്റ്റോൺ, ഞാൻ ഒരു കല്ലായി മാറി. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്, പക്ഷെ എൻ്റെ മനസ്സ് വളരെ ആക്റ്റീവായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഉറച്ച ഇതിലാണ് എൻ്റെ മനസ്സ് നിൽക്കുന്നത്, പക്ഷെ എനിക്ക് അനങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്, ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് there like a stone image in the flesh. അപ്പോൾ എന്താണ്, ആ അകന്നിറയൊക്കെ എന്തായിരുന്നു? ഈ ഇരുട് മൂടിയിട്ട് കിടക്കുകയായിരുന്നു. അപ്പം ഈ നമ്മുടെ ലൈറ്റിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, പുറത്താണെങ്കിലും ഡാർക്ക്നെസ് ആണ്. ഐ സാറ്റ് there like a stone image in the flesh. അപ്പം ഒരു പ്രതിമ പോലെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ നിന്നു. I felt then the great presence of the creator of this world and this universe. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ എന്ത് ചെയ്തു? അവിടെ സൃഷ്ടാവിന്റെ സാന്നിധ്യം എനിക്ക് തോന്നി. അതാരാണ്? ഗോഡ് അല്ലെ, ഗോഡ് വാസ് ദെയർ. അപ്പം ദൈവം ഉണ്ടായിരുന്നു അവിടെ. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞത് ചിലപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ്സ് ഓഫ് ഗോഡ്. അപ്പം എന്താ? ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ്. അപ്പം ഞാനിങ്ങനെ ശ്രമിക്കുകയാണ് എൻ്റെ ഭാവനയിൽ ഇങ്ങനെ എഴുതാൻ. എന്താണ്? ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്, വളരെ വ്യക്തമായ ലെറ്റേഴ്സിൽ എഴുതാൻ ഞാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ ഹാർട്ടിൻ്റെ പുറത്ത് എഴുതാൻ. ഓ ഗോഡ്, ദൈവമേ എന്ന് എഴുതാൻ ഞാനിങ്ങനെ അങ്ങനെ വെമ്പുകയാണ്. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. ഇപ്പം എൻ്റെ ഇടത് കയ്യിൽ ചെറിയൊരു വേദന ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്, നോ എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. ശരിക്കും എന്താണ്? ഒരു ഭാരമുള്ള എന്തോ ഒരു കമ്പി ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു വേദനയാണ് എനിക്ക് അവിടെ ഉള്ളത്. ശരിക്കും അതല്ല, എന്താണ്? മോൾട്ടൺ ഫയറാണ്, ഉരുകിയ തീ പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. ഐ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. ഞാൻ എന്ത് ചെയ്തു? എന്താണ്? എൻ്റെ കൈ ഇങ്ങനെ മെല്ലെ മെല്ലെ നിർവീര്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ ശക്തിയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ക്ഷയിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. ദ ആം വാസ് ബിഗിനിങ് ടു ബി drained of all strength. അപ്പം എന്താണ്? എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ ഇനി ഒരു ശക്തിയില്ല, എൻ്റെ ശക്തിയൊക്കെ എന്താണ് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് കുഡ് ഐ ഡു? എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാൻ ചെറുതായിട്ട് നനങ്ങിയാൽ പാമ്പിൻ്റെ കൊത്ത് എനിക്ക് തീർച്ചയായിട്ടും കിട്ടും. ഡെത്ത് lurked 4 inches away. ഇപ്പം മരണം ഇങ്ങനെ 4 ഇഞ്ച് അകലെയായിട്ട് പതുങ്ങിയിരിക്കുകയാണ് അല്ലേ? നനങ്ങിയാൽ ആ മരണം എന്നെ അപ്പം പിടികൂടും. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. ഇനിയിപ്പോൾ അഥവാ എന്നെ അത് കൊത്തുകയാണെങ്കിൽ ഞാൻ എന്ത് മരുന്നാണ് അവിടെ വെക്കുക? there was no medicines in the room. കാരണം റൂമിൽ ഒരൊറ്റ മെഡിസിൻ പോലും ഇല്ല, മരുന്നും ഇല്ല. I was but a poor, foolish and stupid doctor. അപ്പം ഡോക്ടറിനെ പറയാണ്, ഞാനൊരു പാവപ്പെട്ട വിഡ്ഢിയായിട്ടുള്ള ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഞാൻ എന്ന് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽ ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അപകടം മറന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? വളരെ ദുർബലമായിട്ടൊന്ന് ചിരിച്ചു. It seemed as if God appreciated that the snake turned its head. അപ്പം എന്താ? പെട്ടെന്ന് ഈ പാമ്പ് എന്ത് ചെയ്തു? അതിൻ്റെ തലയൊന്നിങ്ങനെ
തിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. അപ്പം അത് പെട്ടെന്ന് മിററിലേക്ക് നോക്കി, അപ്പം അതിൻ്റെ പ്രതിബിംബം അതിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. അപ്പം ഞാൻ അവകാശപ്പെടുന്നില്ല എന്താണ് ഈ ഒരു പാമ്പാണ് ആദ്യമായിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നത് എന്ന്. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷെ ഒന്ന് ഉറപ്പായിരുന്നു, ആ പാമ്പ് എന്തായാലും ആ കണ്ണാടിയിലേക്ക് തന്നെയായിരുന്നു നോക്കി നിന്നിട്ടുണ്ടായിരുന്നത്. വാസ് ഇറ്റ് അഡ്മയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അപ്പോൾ അത് ശരിക്കും അതിൻ്റെ സ്വന്തം സൗന്ദര്യം കണ്ടിട്ട് ഇങ്ങനെ അതിനോട് ആരാധന തോന്നി ഇങ്ങനെ നിൽക്കുകയാണോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മൊസ്റ്റാഷ് ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര ഓർ വിയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്? അപ്പം നമ്മുടെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്, ഇനിയിപ്പം ഈ പാമ്പ് ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഈ പാമ്പിന് ഇതുപോലൊരു ചെറിയ മീശ വേണമെന്നോ അല്ലെങ്കിൽ ഐ ഷാഡോ ഇടണമെന്നോ അല്ലെങ്കിൽ മസ്കാര യൂസ് ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ ഇനിയിപ്പം നെറ്റിയിൽ ഒരു സിന്ദൂരം തൊടണം എന്നൊക്കെ ആയിരിക്കുമോ ഈ സ്നേക്കും ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് ഡോക്ടർ അപ്പം ഇങ്ങനെ വിചാരിക്കുന്നത് ഈ പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ. ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് ഫോർ സർട്ടൻ. അപ്പം കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു, മനസ്സിലായില്ലായിരുന്നു. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? ഇതിനി ആണാണോ പെണ്ണാണോ? ഈ പാമ്പിനി ആണാണോ അത് പെണ്ണാണോ ഒന്നും അറിയില്ല. ഐ വിൽ നെവർ നോ, ഫോർ ദ സ്നേക്ക് അൺബൗണ്ട് ഇറ്റ്സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? പാമ്പ് ഇങ്ങനെ പിടിവിട്ടു അല്ലേ, ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പാമ്പായിരുന്നു. അത് മെല്ലെ ഇങ്ങനെ കയ്യിൽ നിന്ന് അയഞ്ഞു. എന്നിട്ട് ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്, എന്നിട്ട് പതിയെ എൻ്റെ മടിയിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞു വന്നു. ഫ്രം ദെയർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ദ ടേബിൾ ആൻഡ് മൂവ് ടുവേഴ്സ് ദി മിറർ. എന്നിട്ട് അവിടെ നിന്നിട്ട് മെല്ലെ ഇങ്ങനെ ഇഴഞ്ഞിട്ട് ടേബിളിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കി. Perhaps it wanted to enjoy its reflection at closer quarters. ഒരുപക്ഷെ എന്താണ് അതിൻ്റെ ഇമേജ് കൂടുതൽ അടുത്ത് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം അത് ഇറങ്ങിയിട്ട് അവിടെ പോയത്. It was no mere image cut on granite. I was suddenly a man of flesh and blood. I was no mere image cut in granite. ഞാനൊരു ഗ്രാനൈറ്റിൽ ഈ കൊത്തി വെച്ചിട്ടുള്ള ഒരു കേവലമായിട്ടുള്ള ഒരു ഇമേജ് അല്ലായിരുന്നു. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. കാരണം ഞാൻ പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്തായി ഈ ഫ്ലഷും ജീവനും ചോരയും നീരൊക്കെയുള്ള ഒരു മനുഷ്യനായി. ആ ഒരു ഇമേജിൽ നിന്ന് ആ ഒരു കല്ലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് മനുഷ്യനായി മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രീത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ഇപ്പോഴും ഞാൻ എന്താണ് എൻ്റെ ശ്വാസം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയറിൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റു. ഐ ക്വിക്ക്ലി വെന്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു? ഡോറിൽ കൂടെ വരാന്തയിലേക്ക് പോയി. ഫ്രം ദെയർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് മുറ്റത്തേക്ക് ചാടി ഭയങ്കരമായിട്ട് ഓടി. Each of us heaved a sigh of relief. അപ്പോൾ നമ്മുടെ ബഷീർ അദ്ദേഹം പറയാണ് എന്താ, ഇതൊക്കെ കേട്ട സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരു ദീർഘനിശ്വാസം ഇട്ടു അല്ലേ. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് സമാധാനത്തോടു കൂടിയുള്ള ഒരു ദീർഘനിശ്വാസം ഞങ്ങളിൽ എല്ലാവരിലും വന്നു. All of us lit beads. Somebody asked, Doctor, is your wife very fat? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് കത്തിച്ചു. അപ്പോൾ ആരോ അവിടുന്ന് ചോദിച്ചു, ഡോക്ടർ നിങ്ങളുടെ ഭാര്യ തടിച്ചൊരു ഭാര്യ തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അങ്ങനെ ആരോ ചോദിക്കുന്നത്. No, the doctor said, God willed otherwise. My life companion is a thin, dreary person with the gift of a sprinter. അപ്പോൾ പറഞ്ഞു അല്ല, ദൈവം എനിക്ക് തന്നത് നേരെ തലതിരിച്ചിട്ടുള്ള ഒരു ആളെയായിരുന്നു. കാരണം എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ദുർബലയായിട്ടുള്ളൊരു സ്ത്രീയാണ്. കൂടാതെ നന്നായിട്ട് ഓടാൻ കഴിവുള്ള ഒരു സ്ത്രീ കൂടെ ആണ്. Someone else asked, Doctor, when you ran, did the snake follow you? അപ്പോൾ വേറെ ആരോ ചോദിക്കുകയാണ്, ഡോക്ടർ നിങ്ങളിങ്ങനെ അവിടെ നിന്ന് ഓടുന്ന സമയത്ത് ഈ പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? The doctor replied. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, I ran and ran till I reached a friend's house. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ ഓട്ടമായിരുന്നു. Immediately I smeared oil all over myself and took a bath. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ എത്തിയപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് ഞാനൊന്ന് കുളിച്ചു. I changed into fresh clothes. നല്ല വസ്ത്രം ധരിച്ചു. The next morning at about 8:30 I took my friend and one or two others to my room to move my things from there. പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 ആയപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഞാൻ അവിടത്തേക്ക് പോയി, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. But we found we had little to carry.
സം thief have had removed most of my things. അപ്പം ഞങ്ങൾക്ക് എടുക്കാൻ കുറച്ച് സാധനങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഏതോ കള്ളനൊക്കെ എടുത്ത് കൊണ്ടുപോയി. The room had been cleaned out. ഇപ്പോൾ റൂമിൽ ഒന്നുമില്ല. But not really. The thief had left behind one thing as a final insult. പക്ഷെ എന്നെ അപമാനിക്കുന്നത് പോലെ അയാൾ ഒരു സാധനം മാത്രം ബാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ചോദിച്ചു, വാട്ട് വാസ് ദാറ്റ്? അതെന്തായിരുന്നു? ദ ഡോക്ടർ സെഡ്, മൈ വെസ്റ്റ്, ദ ഡേർട്ടി വൺ. എൻ്റെ മേലങ്കി ആയിരുന്നു അത്, എൻ്റെ അടിവസ്ത്രമായിരുന്നു. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്, ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൻ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അപ്പോൾ പറയാം, ഇയാൾക്ക് എന്താ ഇത്രയും ക്ലീൻലിനെസ്സിനെ കുറിച്ചൊന്നും അറിയില്ലേ, വൃത്തിയെക്കുറിച്ചൊന്നും അറിയില്ലേ? ഇയാൾക്ക് അതെടുത്ത് കുറച്ച് എന്താ പറയുക, സോപ്പ് വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാൽ അത് വൃത്തി വരില്ലേ? അപ്പോൾ അയാൾക്കത് എടുത്തുകൂടെ എന്നിങ്ങനെ പറയുകയാണ്. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? അപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങൾ പിറ്റേ ദിവസം ആ സ്നേക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നോ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ ചിരിച്ചു. ദ ഡോക്ടർ ലോഫ്റ്റ്. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അപ്പം ഇന്ന് വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിനെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അപ്പം എന്താണ് ആ പാമ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ സൗന്ദര്യത്തോടൊപ്പം പോയ ഒന്നാണ്. അത് ആ പോയ വഴിക്ക് തന്നെ ആയി. പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടേ ഇല്ല.